കഴുത്ത് വേദന അല്ലെങ്കിൽ കഴുത്തിൽ നിന്ന് കൈയിലേക്ക് അടഞ്ഞുള്ള വേദന, കൈ പൊക്കാൻ പറ്റാത്ത അവസ്ഥ, അതിനോടനുബന്ധിച്ച് കൈകളിൽ തരിപ്പ്, വിരലുകളിലെല്ലാം വേദന, കൈ പുറകിലേക്ക് എടുക്കാൻ പറ്റാത്ത അവസ്ഥ, ഇങ്ങനെ പല പല കണ്ടീഷനും ഇതിനോട് അസോസിയേറ്റ് ചെയ്ത് വരാറുണ്ട്. നമസ്കാരം, ഞാൻ ഡോക്ടർ ഷിറിൻ ഷഫീഖ്, ഭൂമി നാച്ചുറൽ കെയർ ആൻഡ് വെൽനസിലെ ആയുർവേദ കൺസൾട്ടന്റ് ആണ്. OPD-യിൽ കഴുത്തുവേദനയുമായി വരുന്ന മിക്ക രോഗികൾക്കും ഉള്ള കാരണം ഈ സെർവിക്കൽ സ്പോണ്ടലൈറ്റിസ് അല്ലെങ്കിൽ സെർവിക്കൽ സ്പോണ്ടലോസിസ് എന്ന് പറഞ്ഞ കണ്ടീഷൻ തന്നെയായിരിക്കും. അതായത് കഴുത്ത് വേദന, കഴുത്തിൽ നിന്ന് കൈയിലേക്ക് കടഞ്ഞുള്ള വേദന, ഇതൊക്കെയായിട്ടായിരിക്കും രോഗി ബുദ്ധിമുട്ടുകളായിട്ട് OPD-യിലേക്ക് വരും. ഇതിന്റെ കാരണം അന്വേഷിച്ച് പോയി കഴിഞ്ഞാൽ കഴുത്ത് അസ്ഥികൾ അല്ലെങ്കിൽ അതിനിടയിലുള്ള ഡിസ്കുകൾ, ജോയിന്റുകൾ തമ്മിലുള്ള ഡീജനറേറ്റീവ്, അതായത് പ്രായം കൂടുന്തോറും വരുന്ന തേയ്മാനം പോലുള്ള ഡീജനറേറ്റീവ് കണ്ടീഷൻ കൊണ്ടായിരിക്കും. അതാണ് സെർവിക്കൽ സ്പോണ്ടലൈറ്റിസ് അല്ലെങ്കിൽ സ്പോണ്ടലോസിസിന്റെ കാരണം. ഇനി ആ ഭാഗത്തേക്കുള്ള നെക്ക് മസിൽസ് അല്ലെങ്കിൽ ഇങ്ങോട്ടുള്ള പേശികളിലെല്ലാം വരുന്ന നീർക്കെട്ടുകൾ, അതായത് തേയ്മാനം കൊണ്ടും അമിതമായ ഉപയോഗം കൊണ്ടും വരുന്ന നീർക്കെട്ടുകൾക്ക് കാരണമായിരിക്കും ഈ സെർവിക്കൽ സ്പോണ്ടലോസിസ്. ഇത് രണ്ടും രോഗികൾ പറയുന്നത് കഴുത്ത് വേദന അല്ലെങ്കിൽ കഴുത്തിൽ നിന്ന് കൈയിലേക്ക് അടഞ്ഞുള്ള വേദന, കൈ പൊക്കാൻ പറ്റാത്ത അവസ്ഥ, അതിനോടനുബന്ധിച്ച് കൈകളിൽ തരിപ്പ്, വിരലുകളിലെല്ലാം വേദന, കൈ പുറകിലേക്ക് എടുക്കാൻ പറ്റാത്ത അവസ്ഥ, ഇങ്ങനെ പല പല കണ്ടീഷനും ഇതിനോട് അസോസിയേറ്റ് ചെയ്ത് വരാറുണ്ട്. കഴുത്തുവേദന അല്ലാതെ രോഗികൾ പറയുന്ന മറ്റ് കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കുന്നതിന് മുമ്പ് ഈ സെർവിക്കൽ സ്പോണ്ടലോസിസ് അല്ലെങ്കിൽ സ്പോണ്ടലൈറ്റിസിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പ്രധാനമായും ഡീജനറേറ്റീവ് കണ്ടീഷൻ തന്നെയാണ്. അതായത് ഡിസ്കിലും കഴുത്തിന്റെ എല്ലുകളിലും വരുന്ന ഡീജനറേഷൻ തേയ്മാനം, അതിനോട് അസോസിയേറ്റ് ചെയ്ത് നെക്ക് മസിൽസ്, അതായത് അങ്ങോട്ടുള്ള പേശികളിൽ വരുന്ന നീർക്കെട്ടും ഇതിന് കാരണമാണ്. ഇനി ഇത് എങ്ങനെ വരുന്നു? ഒന്ന് ഡീജനറേഷൻ പ്രായം കൂടുന്തോറും ആൾക്കാർ കണ്ടുവരുന്ന ഒരു കണ്ടീഷനാണ്. രണ്ടാമത്തെ കണ്ടീഷൻ അമിതമായി മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്നവർക്ക്, അതായത് ബാക്ക് സപ്പോർട്ട് ഇല്ലാത്തവർക്ക് അമിതമായി മൊബൈൽ ഫോണോ അല്ലെങ്കിൽ ലാപ്ടോപ്പോ ആ കഴുത്ത് മസിൽസ് സ്ട്രെയിൻ ചെയ്ത് ഒരുപാട് നേരം ഇരുന്ന് വായിക്കുന്നവർക്ക്, അല്ലെങ്കിൽ ലോങ് ജേർണി ഒരുപാട് നേരം യാത്ര ചെയ്യുന്നവർക്ക് കഴുത്ത് മസിൽസ് ഒരുപാട് ജെർക്ക് വരുമ്പോഴും ഇത്തരം കണ്ടീഷൻ കാണപ്പെടാറുണ്ട്. ഇതല്ലാതെ സമയം തെറ്റുള്ള കുളി, ഈ ഉച്ചയ്ക്ക് കുളിക്കുക അല്ലെങ്കിൽ വേർപ്പോട് കൂടി എണ്ണ തേച്ച് കുളിക്കുന്നവർക്കൊക്കെ ഈ നെക്ക് മസിൽസിൽ നീർക്കെട്ട് വന്നും ഈ സെർവിക്കൽ സ്പോണ്ടലൈറ്റിസ് വരാറുണ്ട്. ഇതല്ലാതെ കാണപ്പെടുന്ന മറ്റൊരു കണ്ടീഷൻ ഡീഹൈഡ്രേറ്റഡ് ഡിസ്ക് ആണ്. അതായത് ഈ ഡിസ്കുകളിൽ അമിതമായ ജലാംശം ഇല്ലാതെ വരുമ്പോഴും ഇത്തരം കംപ്രഷൻസ് ഒക്കെ വരുന്നതായി കാണപ്പെടുന്നു. ഇനി കഴുത്തുവേദന അല്ലാതെ ഇതിന്റെ മറ്റു ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കടഞ്ഞുള്ള വേദന അല്ലാതെ ചില രോഗികൾ മൈഗ്രെയിൻ തലവേദനയായിട്ട് OPD-യിൽ വരാറുണ്ട്. ഈ മൈഗ്രെയിൻ തലവേദനയുടെ കാരണം അന്വേഷിച്ച് നോക്കുമ്പോൾ അവർക്ക് കഴുത്ത് മസിൽസോ അല്ലെങ്കിൽ കഴുത്ത് തിരിക്കാൻ പറ്റാത്ത ബുദ്ധിമുട്ടുകളോ അങ്ങനെയൊക്കെ നമുക്ക് കാണാം. ഇതല്ലാതെ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി, വിറ്റമിൻ B12 ഡെഫിഷ്യൻസി, ക്രോണിക് ആയിട്ടുള്ള അസിഡിറ്റി, ഇങ്ങനെയുള്ള പേഷ്യൻസിനും ഇതുപോലെ സെർവിക്കൽ സ്പോണ്ടലൈറ്റിസോ അല്ലെങ്കിൽ സ്പോണ്ടലോസിസോ അസോസിയേറ്റ് ചെയ്ത് വരുന്നതായി കാണപ്പെടാറുണ്ട്. ഇതിനെന്താണ് പരിഹാരമാണ്? അതായത് നമുക്ക് വരുന്ന കഴുത്ത് വേദനയോ കടഞ്ഞുള്ള വേദനയ്ക്കോ കാരണം അത് തേയ്മാനമാവാം, അത് നമ്മുടെ തെറ്റായ ജീവിത ശൈലിയാവാം, അല്ലെങ്കിൽ നെക്ക് മസിലിലുള്ള നീർക്കെട്ടാവാം. എന്താണ് കാരണം എന്ന് അറിഞ്ഞിട്ട് മാത്രമേ ഇത് എങ്ങനെ ചികിത്സിക്കാവൂ എന്ന് ചിന്തിക്കാവൂ. അതല്ലാതെ നമ്മൾ പെയിൻ കില്ലറോ അല്ലെങ്കിൽ എന്തെങ്കിലും തൈലം എക്സ്റ്റേണൽ ആയിട്ട് കഴിക്കുകയോ ചെയ്യുന്നത് നമ്മളുടെ നിലവിലുള്ള അവസ്ഥ കൂട്ടായ സഹായമാവും. അപ്പോൾ കഴുത്തുവേദനയും ബുദ്ധിമുട്ടുന്നവരാണ് നിങ്ങളെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ തീർച്ചയായും കോൺടാക്ട് ചെയ്യുക. മറ്റേതെങ്കിലും ഹെൽത്ത് റിലേറ്റഡ് ടോപ്പിക്സിനെ പറ്റി നിങ്ങളുടെ സംശയങ്ങൾ താഴെ കമന്റ് ബോക്സിൽ ഇടുക. നമ്മളുടെ ചാനൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക.